ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ദില്ലിയിൽ സമരക്കാർക്ക് എതിരായ വിവാദ പരാമർശത്തിൽ TG മോഹൻദാസിനെ തള്ളി RSS. TG മോഹൻദാസ് പറഞ്ഞത് സംഘടനയുടെ നിലപാടല്ല. അതിനിടെ മോഹൻദാസിനെതിരെ പോലീസിൽ കൂടുതൽ പരാതികളെത്തി. സൈബർ സെൽ IG P പ്രകാശ് ഇന്നലെ ആഭ്യന്തരമന്ത്രി അന്വേഷണ ചുമതല നൽകിയിരുന്നു. TG മോഹൻദാസ് വീഡിയോ കാണുന്നവര് ലൈക്ക് ചെയ്യുക, സബ് ചെയ്യുക, കമന്റ് ചെയ്യുക. അതിന്റെ കൂടെ ഹെഡ്ഫോണും കൂടെ ഒന്ന് എടുത്തു വയ്ക്കുക. ചിലപ്പം എൻ്റെ കയ്യിൽ നിന്ന് പോകാനുള്ള എല്ലാ ചാൻസും ഞാൻ ഇതിൽ കാണുന്നുണ്ട്. അതുകൊണ്ടാണ്. കുട്ടികളുണ്ടെങ്കിൽ അവർ മാറ്റിയെടുക്കുക, ഹെഡ്ഫോൺ വെക്കുക. ഓക്കെ. TG മോഹൻദാസ് ഇയാള് പ്രൊട്ടസ്റ്റിന്റെ എതിരായിട്ട് കുറെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇതിന്റെ പേരിൽ ഇനിയിപ്പൊ എന്ത് വന്നാലും എനിക്കൊരു ഇല്ല. കാരണം എന്താണെന്നറിയോ? കുറെ അധികാരമുണ്ട്, അല്ലെങ്കിൽ പണമുണ്ട്, രാഷ്ട്രീയ പിടിപാടുണ്ട് എന്നും പറഞ്ഞിട്ട് വായി തോന്നിയത് വിളിച്ച് പറയാനുള്ളതല്ല സോഷ്യൽ മീഡിയ. നിങ്ങളുടെ വീട്ടില് നിങ്ങളുടെ അമ്മ, നിങ്ങളുടെ പെങ്ങള്, നിങ്ങളുടെ ഭാര്യ, നിങ്ങളുടെ മക്കള് അതൊക്കെ നിങ്ങൾ ഈ പറഞ്ഞ കൂട്ടത്തിൽപ്പെട്ടവരായിരിക്കും എന്നും പറഞ്ഞിട്ട് അത് വഴിയെ പോകുന്ന എല്ലാ പെൺപിള്ളേരെയും ഉണ്ടാക്കാൻ വേണ്ടിട്ട് നിൽക്കരുത്. താൻ തന്റെ വീട്ടിൽ കണ്ട സംസ്കാരമായിരിക്കും അത്. ആ സംസ്കാരം ആയിരിക്കത്തില്ല വഴിയെ പോകുന്നതും നാട്ടിലുള്ള പെൺപിള്ളേർക്കും. അത് ആദ്യം താൻ മനസ്സിലാക്കുക. കാരണം കുറെ കാര്യങ്ങൾ പ്രസംഗിച്ചിട്ടുണ്ടല്ലോ. ബലാത്സംഗം കൂട്ടബലാത്സംഗമായിട്ട് നടക്കും. ഒരു ദൈവം സഹായിച്ച അതിന് പരാതി ഉണ്ടാവില്ല. കാരണം ഈ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ടീമാണ്. ഈ വഴലൂർ ദേവസ്വം കളിയാണ് അവിടെ നടക്കുന്നത് മുഴുവൻ. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളുണ്ടല്ല, പെൺകുട്ടികളുണ്ട്. നിന്റെ പുഴുത്ത നാക്കും വെച്ചിട്ട് ഇമാതിരി സംസാരം എന്റെ മുമ്പിൽ എങ്ങാനും നീ വന്നിരുന്നു പറഞ്ഞിരുന്നെങ്കിൽ നിന്റെ ചേതിക്കൽ അടിച്ച് ഞാൻ പൊട്ടിച്ചാനടാ പുല്ലേ. ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, നിന്റെ വീട്ടിലെ അമ്മയും ഭാര്യയും പെങ്ങളൊക്കെ നീ ഈ പറഞ്ഞ കാര്യം ഇഷ്ടപ്പെടുന്ന കൂട്ടത്തിലായിരിക്കും. അതുകൊണ്ടാണ് നിനക്ക് പബ്ലിക്കായിട്ട് ഇങ്ങനെ വന്ന് പറയാൻ തോന്നുന്നത്. അതിൽ തെറ്റ് പറയാൻ പറ്റത്തില്ല. കാരണം നിന്റെ വീട്ടുകാർ പഠിച്ച സംസ്കാരത്തിന്റെയാണ് പ്രശ്നം. അതിന് ആദ്യം നിന്റെ വീട്ടുകാരെ പറയണം. കുഴിയിലോട്ട് കാലം നീട്ടി ഇരിക്കുവല്ലേ. വല്ല രാമായണം വായിച്ച് വല്ല മൂലയ്ക്കും പോയി ഇരിക്കാതെ സോഷ്യൽ മീഡിയയും തുറന്നു വെച്ചിട്ട് അങ്ങ് ഉണ്ടാക്കുക. അപ്പൊ ബാക്കിയുള്ള ആൾക്കാർ പറയും നിനക്കുള്ളത് പോലെ അഭിപ്രായ സ്വാതന്ത്ര്യം ഉണ്ട്. ഇത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ല, അങ്ങയുടെ കുത്തിക്കഴപ്പിന്റെ പ്രശ്നമാ. നാറി. കുഞ്ഞബ്ദുള്ള ഒരു കഥ എഴുതിയിരുന്നു. അതിന്റെ അവസാനം മലമുകളിലെ കുഞ്ഞബ്ദുള്ളയെ എന്നെ വന്ന് ബലാത്സംഗം ചെയ്യൂ എന്ന് ഒരു സ്ത്രീ പറയുന്നതായിട്ടാണ് കഥ അവസാനിക്കുന്നത്. കഥയാണ് ഹേ. അതില് സാങ്കല്പികമായിട്ട് പലതും നമുക്ക് എഴുതാം. അല്ലാണ്ട് അതിൽ എഴുതി വെക്കുന്നത് അതുപോലെ ശരിയാവണം എന്നുള്ളത് തന്റെ ചിന്താഗതി ഉണ്ടല്ലോ. അതിനാദ്യം നിന്റെ തലമുണ്ട കിട്ടി പൊട്ടിക്കണം. ഇഷ്ടപ്പെടുന്ന ആൾക്കാരുണ്ട്, പ്രത്യേകിച്ചും ഇടതുപക്ഷ, മതനിരപേക്ഷ, ജനാധിപത്യ, വർഗ, ബഹുജന, ഡിമാല, ഗുണ്ടി, ഗുണ്ടന്മാരൊക്കെ ഈ പരിപാടി, മേൽപ്പറഞ്ഞ പരിപാടികളൊക്കെ ഇഷ്ടപ്പെടുന്നവരാണ്. ആരും വിഷമിക്കണ്ട. അങ്ങേരുടെ വീട്ടിലുള്ള അമ്മയുടെ പെങ്ങളുടെയും ഭാര്യയുടെ ഒക്കെ കാര്യം പറയുന്നതാണ്. കുഴപ്പമില്ല. കണ്ടു വളർന്നതല്ലേ, പാടാൻ പറ്റത്തുള്ളൂ. പാടട്ടെ. അല്ല, നിങ്ങളുടെ അമ്മയും പെങ്ങളും മോളൊക്കെ പ്രൊട്ടസ്റ്റിന് പോയിട്ടുണ്ട്. അവര് തിരിച്ചു വന്നപ്പോ പറഞ്ഞു തന്ന അനുഭവം വെച്ചിട്ടാണോ സോഷ്യൽ മീഡിയയിൽ വന്ന് പറയുന്നത്? അതോ അവിടുന്ന് വിളിച്ചു പറഞ്ഞെന്നോ? എനിക്ക് ഇതൊക്കെ ഇഷ്ടപ്പെട്ടു എന്നുള്ളത് ആയിരിക്കും അല്ലേ? അതുകൊണ്ട് ബലാത്സംഗ പരാതിയുള്ള പക്ഷെ ബലാത്സംഗം നടക്കും. അതിനിടയ്ക്ക് ആരെങ്കിലും ചത്തു കഴിഞ്ഞാൽ അടുത്ത രക്തസാക്ഷിയായി രക്തസാക്ഷികൾ ജിന്ദാബാദ്, പകരം ഞങ്ങൾ ചോദിക്കും ഡിങ്കിടി ഡിങ്കിൻ ഡിങ്കിഡിങ് ഡിങ് എന്ന് പറഞ്ഞു. കുഴിയിലോട്ട് കാലൊന്ന് ഇട്ടിരുന്ന് കാറ്റടിച്ചാ പാറിപ്പോവാൻ പറ്റുന്ന ആരോഗ്യം വെച്ചിട്ടാണ് വായിൽ ഇത്രയും വലിയ കാര്യം വരുന്നത്. പബ്ലിക്കായിട്ട് പുറത്തിറങ്ങും. നാട്ടിലെ പെൺപിള്ളേര് കാണിച്ചു തരും ഇതിനുള്ള മറുപടി. ഇത് കണ്ടിട്ടുള്ള തൻ്റെയുള്ള പെൺപിള്ളേരുടെ മുന്നിൽ പോയി നിൽക്കണം. എന്റെ മുന്നിൽ എങ്ങാനും വന്ന് നിന്ന് സത്യമായിട്ട് ചെവിക്കലടിച്ച് ഞാൻ പൊട്ടിക്കും. അതിനിപ്പോ എവിടെ കിട്ടിയാലും ശരി. തൻ്റെയൊക്കെ ഈ വർത്തമാനത്തിന് അതാണ് ചെയ്യേണ്ടത്. നിന്റെ വീട്ടിലിരിക്കുന്ന ആൾക്കാരെ കൊള്ളാത്തതിന്റെ പ്രശ്നമാണ്. ഈ ഡയലോഗൊക്കെ നിന്റെ വീട്ടുകാരെ കേട്ടിട്ടുണ്ടായിരുന്നെങ്കിൽ ആദ്യം നിന്റെ ചെവിക്കല നോക്കി പൊട്ടിക്കാൻ പോകുന്നത് നിന്റെ വീട്ടുകാരായിരിക്കണം, സംസ്കാരമുള്ള വീട്ടുകാരാണെങ്കിൽ. CJPയുടെ സമരത്തിന് ഇങ്ങനെ കുറെ അങ്ങ് പ്രസംഗിച്ചിട്ടുണ്ടായിരുന്നു. എനിക്ക് ഈ സിറ്റുവേഷൻ കയ്യിൽ കിട്ടിയാൽ ഞാൻ എന്ത് ചെയ്യും നിങ്ങളോട് പറയാം. ഐ വിൽ ഇമ്പോസ് കർഫ്യൂ ഇൻ ദാറ്റ് ഏരിയ. ജന്തർ മന്ദർ പരിസരത്ത് ഒരു 4 സ്ക്വയർ കിലോമീറ്ററിൽ കർഫ്യൂ ഇമ്പോസ് ചെയ്യും. ജനക്കൂട്ടത്തോട് പിരിഞ്ഞു പോകാൻ മൈക്കിൽ ആവശ്യപ്പെടും. 3 തവണ ആവശ്യപ്പെടും. പിന്നെ വെടിവെക്കും. ആളുകൾ ചിതറിയോടും. കുറെ പേര് മരിക്കും, കുറെ പേര് മരിക്കില്ല, കുറെ പേർക്ക് അംഗഭംഗം സംഭവിക്കും. ഏകദേശം ഒരു 4 മണിക്കൂർ കൊണ്ട് ഈ രംഗം ശാന്തമാകും.
ശവങ്ങൾ പെറുക്കി ആശുപത്രിയിൽ എത്തിക്കും. സോ മെനി തിങ്സ്. എടോ, അടിമയാവാം, പക്ഷെ ഷൂ നക്കി ജീവിക്കാനുള്ള രീതിയിൽ അടിമയാവരുത്. മനസ്സിലായോ? തനിക്ക് അതൊക്കെ ശീലമായിരിക്കും. തനിക്കൊന്നും ഇവിടെ ജീവിക്കാനുള്ള അവകാശം പോലെ ഇല്ല. ഒരുമാതിരി എന്തുവാ പറയാ, ഒരുമാതിരി വെറുപ്പോ. സത്യം പറഞ്ഞാൽ വെട്ടിവെച്ച് കൊല്ലേണ്ടത് തന്നെയാ. ആദ്യം വെടിവെച്ച് കൊല്ലേണ്ടത് ആരെയെന്നറിയാം? തന്നെ. അതും പബ്ലിക്കായിട്ട് നിർത്തിയിട്ട് ചെയ്യണം. ഇമ്മാതിരി സംസാരിക്കുന്ന തന്നെയൊക്കെയാണ് ആദ്യം അത് ചെയ്യേണ്ടത്. മോഹൻദാസ് BJP ബൗദ്ധിക സെല്ലിന്റെ സംസ്ഥാന കൺവീനറായിരുന്നു ഇയാള്. ബൗദ്ധിക സെൽ, ഇന്റലക്ച്വൽ സെല്ലിന്റെ സ്റ്റേറ്റ് കൺവീനറായിരുന്നു. ബുദ്ധിജീവി, അവരുടെ ബുദ്ധിജീവി. 97 ഭാരതീയ വിചാര കേന്ദ്രത്തിന്റെ ജനറൽ സെക്രട്ടറി ആയിരുന്നു അദ്ദേഹം. അയാൾ 2006 വൈസ് പ്രസിഡന്റുമായിരുന്നു ഇയാള്, ഈ PG മോഹൻദാസ്. എന്ന് വെച്ചാൽ ഏതെങ്കിലും മാനസിക അപപ്രംശം ഉണ്ടായിരിക്കുന്ന, ഈ സ്വന്തം പക്ഷത്തിന് തോൽവി ഉണ്ടായിരുന്നു, ഇങ്ങനെ അങ്ങേയറ്റം നിലം പറ്റി തോറ്റുപോകുന്ന അവസ്ഥയിൽ എന്തൊക്കെയോ വിളിച്ചു പറഞ്ഞ ഒരാളായിട്ടല്ല നമ്മൾ ഇയാളെ കാണേണ്ടത്. ഇയാള് ഇതുപോലെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ് BJP. നമ്മുടെ രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്. നമ്മുടെ എല്ലാം സംരക്ഷണം ഇരിക്കുന്ന കേന്ദ്ര സർക്കാരിന് അത് കേന്ദ്ര സർക്കാരിൽ പ്രവർത്തിക്കുന്ന ഈ BJP എന്ന രാഷ്ട്രീയ പാർട്ടിയുടെ നേതാവായിരുന്ന ആളാണ്. അവരുടെ ഇന്റലക്ച്വൽ സെല്ലിൽ അവർക്ക് ബൗദ്ധികമായിട്ട് ഉപദേശം കൊടുക്കാൻ മാത്രം ശേഷിയുള്ള സംസ്ഥാനത്തെ കൺവീനറായിരുന്നു നോക്കണം. അത് ഓർക്കണം നമ്മൾ. അപ്പോൾ അയാളാണ്. അപ്പോൾ BJP യഥാർത്ഥം ഞാൻ കരുതിയത് ഈ പ്രസ്താവന വന്നാൽ ഉടനെ BJPയെ കുറിച്ച് പ്രതികരിക്കണ്ടേ. നമ്മുടെ BJP സംസ്ഥാന അധ്യക്ഷനായുള്ള രാജീവ് ചന്ദ്രശേഖരൻ ഉൾപ്പെടെ ഈ ഇപ്പോൾ നടക്കുന്ന CJPയുടെ സമരത്തെ കുറിച്ച് ഭീകരാഭിപ്രായങ്ങളുണ്ട്. അദ്ദേഹം അത് ഫേസ്ബുക്കിലും വാർത്താ സമ്മേളനത്തിലൊക്കെ പറഞ്ഞു. അദ്ദേഹത്തിന് ഈ സമരത്തോട് വിയോജിപ്പുണ്ട്. അദ്ദേഹത്തിൻ്റെതായുള്ള ഭാഷയിൽ അദ്ദേഹം പറഞ്ഞു. ഒരുപാട് BJP RSS നേതാക്കൾ ഈ സമരത്തെ തള്ളി പറയുന്നുണ്ട്, എതിർക്കുന്നുണ്ട്, അത് രൂക്ഷമായിട്ട് വിമർശിക്കുന്നുണ്ട്. അത് അവർക്ക് അവകാശമുള്ളതാണ്, അത് അവർക്ക് ചെയ്യാം. കാരണം അവരുടെ രാഷ്ട്രീയ പക്ഷത്തിനെതിരെ സമരം നടക്കുന്നു. അവരുടെ രാഷ്ട്രീയ ആംഗിളിൽ നിന്നുകൊണ്ട്, ലൈനിൽ നിന്നുകൊണ്ട് അവർക്ക് വിമർശിക്കാം. അതാണ് രാജ്യത്തെ സ്ഥിതി. പക്ഷേ ഇയാൾ ചെയ്തിരിക്കുന്ന അതല്ല, വിമർശനമല്ല. ഇയാൾ എന്താ പറഞ്ഞിരിക്കുന്നത്? അതായത് ഈ സമരത്തിലുള്ള ആളുകളെ വെടിവെച്ച് കൊല്ലണം, ശവം നിലത്ത് വീഴണം, കുറെ ശവങ്ങൾ എടുത്ത് മാറ്റണം, ബലാത്സംഗം ചെയ്യണം. കാരണം ആ സ്ത്രീകൾ ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന ആളുകളാണ്. ഇത് പ്രത്യേകമായിട്ട് ഇടതുപക്ഷത്തുള്ള സ്ത്രീകളെ പ്രത്യേകമായിട്ട് തന്നെ പറഞ്ഞ ചില പരിഹാസം. ബോധമില്ലാത്തതിന്റെ എവിടൊക്കെ എന്തൊക്കെ പൊസിഷനിൽ ഇരുന്നെന്ന് പറഞ്ഞു കഴിഞ്ഞാലും ബോധം, വിവരം, ബുദ്ധി എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ബുദ്ധിജീവി അല്ല ഇങ്ങേര്, ബുദ്ധിമാന്ദ്യം സംഭവിച്ച വേറെന്തോന്നൊക്കെയാണ് വിളിക്കേണ്ടത്. ഈ വീഡിയോ കണ്ടിട്ട് ആർക്കും എന്ത് തോന്നിയാലും കാര്യമില്ല. കാരണം എന്താണെന്ന് അറിയോ, കുറെ നേരമായിട്ട് എനിക്ക് ഇറിറ്റേഷൻ വരുന്നു ഇങ്ങനെയുടെ സംസാരം കേട്ടിട്ട്. ബലാത്സംഗം ഇഷ്ടപ്പെടുന്ന സ്ത്രീകളാണ് പോലും പ്രൊട്ടസ്റ്റിന് പോയേക്കുന്നത്. എടാ, അവരുടെ ഭാവി എന്ന് പറയുന്നത് നിങ്ങളുടെ തൊലിഞ്ഞ ഗവൺമെന്റ് കാരണം 10 വർഷത്തില് എത്ര തവണയാണ് പരീക്ഷ പേപ്പർ ചോർന്നു പോയത് എന്ന് ആലോചിച്ച് നോക്കണം. അവരുടെ ഭാവിയാണ് നിങ്ങളുടെ ഗവൺമെന്റ് കൊണ്ട് നശിപ്പിച്ചത്. അതിന്റെ പേരിലാണ് അവർ പ്രൊട്ടസ്റ്റ് എന്നും പറഞ്ഞിട്ട് രാവും പകലും പോലും നോക്കാതെ അവിടെ പോയി കിടന്നത്. എന്നിട്ട് തന്റെ തൊലിഞ്ഞ വർത്തമാനം കേൾക്കുമ്പോഴാണ് മനുഷ്യന് ഭ്രാന്ത് വരുന്നത്. ഞാൻ പറഞ്ഞില്ലേ, തന്റെ വീട്ടില് നല്ല നട്ടലുള്ള ആരെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ തന്റെ ഈ വർത്തമാനത്തിന് ആദ്യം തന്റെ ചെവിക്കല്ലടിച്ച് പൊട്ടിക്കുമായിരുന്നു. അതില്ലാത്തതിന്റെ പ്രശ്നമാ. താനായിരിക്കും വീട് ഭരിക്കുന്നത്, അപ്പൊ പിന്നെ ആർക്കൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ. തന്റെ അടിമകളായിരിക്കും അവിടെയുള്ള ആൾക്കാര്. പറഞ്ഞിട്ട് കാര്യമില്ല. ശരി എന്നാ.